ബീഫ് സ്റ്റേക്ക് കൊണ്ട് ഞാൻ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കുവാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് വീട്ടിലിപ്പം വേറെ പച്ചക്കറികളോ അല്ലെങ്കിൽ അവിയലോ തോരനോ ഇങ്ങനത്തെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം മതി നമുക്ക് കഴിക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് സ്റ്റേക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ച 2 പീസാണ്. അത് ആക്ച്വലി നല്ല ഫ്രോസണായിട്ടായിരിക്കുന്നത്. അപ്പോൾ തോ ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. ഡീപ് ഫ്രോസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഓട്ടോ ഡീപ് ഫ്രോസ്റ്റ് സെറ്റ് ചെയ്തിട്ട് എടുക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് കിച്ചൺ വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റിനകത്ത് വേസ്റ്റ് കളയുന്നതിന് ആ ബാസ്ക്കറ്റെല്ലാം കാലിയാക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എങ്ങനെ വെക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിവിടെ ഗാർബേജ് കളയുന്നത് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫ്ലയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ ഫ്ലയേഴ്സ് ആദ്യം ഒരു പേപ്പർ 3-4 ലെയേഴ്സ് എൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് കവർ, അതായത് ഗാർബേജ് കളയാനായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ബാഗ്സാണിത്, വെജിറ്റബിൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്, അത് ബാസ്ക്കറ്റിൽ വെച്ചിട്ട് പിന്നെയും അതിൻ്റെ മേളിൽ 2-3 ലെയേഴ്സ് ആ ഫ്ലയേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പാക്ക് അത് വെക്കും. എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മൾ ബ്ലസ്റ്റീനുള്ള കവേഴ്സോ അല്ലെങ്കിൽ മീനിൻ്റെ എന്തെങ്കിലും വേസ്റ്റോ മുട്ടത്തോടോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം ആ വെള്ളം ഈർപ്പം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലസ് അതുമല്ല, സ്മെല്ല് പുറത്തേക്ക് വരില്ല, കാർബൺ പ്രിൻ്റ് ഉള്ളതല്ലേ, അപ്പം അധികം വരത്തില്ല. പിന്നെ പുറത്ത് കൊണ്ട് കളയുമ്പോഴത്തേക്ക് ആ പ്ലാസ്റ്റിക് കവർ മാത്രം അതേപടി അങ്ങ് എടുത്ത് ഒരു കെട്ട് കെട്ടിയിട്ട് കൊണ്ടുപോയി ഗാർബേജിൽ തട്ടിയാൽ മതി. ഇതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു ബാഗ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. യൂഷ്വലി ചില സമയത്ത് എൻ്റെ അടുത്ത് വലിയ കറുത്ത ബാഗ്സ് ഉണ്ട്, ഭയങ്കര വലുതായിരിക്കും. അത് വാങ്ങിച്ചാൽ അത് നിറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. 1 വീക്ക് 2 വീക്ക് ആയാലും അത് ചിലപ്പോൾ നിറയത്തില്ല, അത്രയും വേസ്റ്റ് ഉണ്ടാവത്തില്ല ഇടാനായിട്ടേ. അതുകൊണ്ട് കുഞ്ഞു ബാഗ്സ് വാങ്ങിച്ചു വെച്ചു. അതാണെങ്കിൽ സെയിം ഡേ തന്നെ കൊണ്ടുപോയി നമുക്ക്, അല്ലെങ്കിൽ അടുത്ത ദിവസം നിറയുമ്പോഴത്തേക്ക് ഡിസ്പോസ് ചെയ്യല്ലോ, കുറേ ദിവസം വീട്ടിലിങ്ങനെ വേസ്റ്റായിട്ടിരിക്കില്ല. സോ ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു ക്ലിപ്പിൽ അതിൽ തന്നെ ആ മുനയിൽ അങ്ങ് കുത്തി വെച്ചിട്ട് അതിലേക്ക് ഇടുക ചെയ്യുന്നത്. എന്നിട്ട് ആ ഡോറ്, അതായത് സിങ്കിൻ്റെ താഴെയുള്ള ഡോറ് അടച്ചു വയ്ക്കും. അപ്പം പുറമെ ഇങ്ങനെ കാണത്തില്ല എത്ര വേസ്റ്റ് ഉണ്ടെങ്കിലും വീട്ടിൽ. ഈ ടൈം കൊണ്ട് എനിക്ക് എൻ്റെ ബീഫ് റെഡിയായി കിട്ടി. ഇനി ഞാൻ ഇതിന് കുഞ്ഞു കഷ്ണങ്ങൾ, അതായത് നമുക്ക് ഫ്രൈസൊക്കെ ചെയ്യത്തില്ലേ, കട്ട് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെയാണ് ചെയ്യുന്നത്. നല്ല എളുപ്പമാണ് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്ന സംഭവമാണിത്. കാണിച്ചു തരാം. നീളത്തിൽ മുറിച്ചെടുക്കുക, കുറച്ച് കട്ടി കുറച്ചിട്ട്, കാരണം വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ ഈ നാട്ടിൽ സ്റ്റേക്കൊക്കെ നമ്മൾ വലിയ ഇതായിട്ടൊന്നും വേവിക്കില്ല കേട്ടോ. അവർ ഒരു സൈഡ് തന്നെ ലൈക്ക് ഹാർഡ്ലി 5 മിനിറ്റ്സ് ഒക്കെ ഓവർ കുക്ക്ഡാണ്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇടാൻ പോവുകയാണ്. ഞാൻ കുക്കറിൻ്റെ പ്രഷർ പാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, കാരണം അടിക്കട്ടിയുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് കിട്ടത്തില്ല. ചെറിയ ഫ്ലെയിമിൽ നമുക്ക് പെട്ടെന്ന് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. മെലിഞ്ഞ കഷ്ണമായതുകൊണ്ട് തന്നെ അധികം ടൈം എടുക്കില്ല. ഇതിൽ ഞാൻ ഇടുന്നത് ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി അവനവൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഞാൻ കുറച്ച് കയ്യിൽ എടുത്തിട്ട് ബാക്കി തിരിച്ച് അതിലേക്ക് ഇട്ടു, കാരണം കൂടുതലായിപ്പോയി എടുത്തത്. പിന്നെ എണ്ണ,
ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പാന് വലുതായത് കൊണ്ട് ഞാൻ അതിനെ എല്ലാത്തിനെയും കൂടി പരത്തി വെക്കുവാണ് ലൈനായിട്ട്. എന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം അതിൻ്റെ നടുക്ക് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊന്നും ചെയ്യേണ്ട, നേരെ അടുപ്പിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം പാകമാണ്, കറക്റ്റായിട്ടുണ്ട്. വേറെ എക്സ്ട്രാസ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇത് അതിനകത്ത് നമുക്കിങ്ങനെ കുറച്ച് നേരം 10 മിനിറ്റ് എടുത്ത് വെക്കണം, റെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഇതുമില്ല കേട്ടോ. നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പിന്നെ ഒരു കഷ്ണം ഉള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവസാനം ഫ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ കടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്ലൈസായിട്ട് നമ്മൾ മുറിച്ചിടത്തില്ലേ, അതുപോലെ. ഇതിപ്പം 2 മിനിറ്റ് ഞാനൊന്ന് ഒരു സൈഡ് വേവിച്ചതിന് ശേഷം, അതായത് ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ തീയില്ല, മീഡിയം തീയില്ല മറ്റേ സൈഡ് തിരിച്ചെടുക്കുവാണ്. അധികം എണ്ണയൊന്നുമില്ല, ആവശ്യത്തിന് മാത്രമേ പുരട്ടിയിട്ടുള്ളൂ. ഇതിനി തിരിച്ച് ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ വയ്ക്കും, അതേ ഫ്ലെയിമിൽ. ഇപ്പം ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞു, നോക്കി. ആ പൊടിയില്ലേ, നമുക്ക് അടിയിൽ പറ്റിയിരിക്കുന്ന പൊടി ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്താ ടേസ്റ്റ് എന്നറിയോ? ശരിക്കും അടിയിൽ പറ്റിയതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ചട്ടിയിൽ ചുമ്മാ എല്ലാവരും ബാക്കി വരുന്ന ചോറൊക്കെ എടുത്തിട്ട് അതിലിട്ട് മിക്സ് ചെയ്തിട്ട് കറിയില്ലെങ്കിലും എടുക്കുന്നത്. ഇപ്പം ഞാൻ ഫൈനലായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ആ ചൂടിൽ തന്നെ അടുപ്പ് അണച്ചതിന് ശേഷമാണ്. പിന്നെ അതിനോടൊപ്പം ഞാൻ വേറൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഉള്ളിയൊക്കെ ഇട്ടിട്ട് കരിവേപ്പിലയൊക്കെ വെച്ച് ഇച്ചിരി ഗാർണിഷ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ ഒരു രഹസ്യമുണ്ട് കേട്ടോ, ഈ സ്റ്റിർ ഫ്രൈ ചെയ്ത ബീഫ് ഒന്നുമില്ലെങ്കിലും എന്ത് പച്ചക്കറിക്ക് ഒന്നുമില്ലെങ്കിലും ഇത് വെച്ചിട്ട് കഴിച്ചാൽ ഫുഡിന് നിറയും. സൈഡ് ഡിഷായിട്ട് എടുക്കാം. അതിനോടൊപ്പം തണ്ണി അടിക്കുന്നവർക്ക് സൂപ്പറായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.